അഭിലാഷ് പുതിയ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ്. വീട്ടുകാർ അഭിലാഷിന്റെ കൈക്ക് ഒതുങ്ങുമോ? അഭിലാഷ് നല്ല രീതിയിലൊരു ഭരണം തുടക്കം തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ വീട്ടുകാർ അഭിലാഷിനെ ഒതുക്കോ അതോ അഭിലാഷ് വീട്ടുകാരെ ഒതുക്കി മൂലക്കിടോ? എന്തായാലും ഒരു അടി നല്ല രീതിക്ക് പൊട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. വീട്ടുകാർ കുടുങ്ങാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം അഭിലാഷിന് എൻ്റെ നിയമം, എൻ്റെ റൂൾസ്, ഞാൻ പറയുന്നത് അനുസരിക്കണം. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കാനുള്ളത്. ക്യാപ്റ്റൻ കളിക്കാനുള്ളത് ഇങ്ങനെയാണ്. പക്ഷെ ശരിക്കും കണ്ടസ്റ്റൻസ് കളിക്കാനുള്ള എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കരുത്. എന്ത് ചെയ്യും? നമ്മൾ കേൾക്കൂല, നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമേ ചെയ്യാൻ പറ്റില്ല. ക്യാപ്റ്റൻ കിടന്ന ഒരു വശത്തൂടി അലയ്ക്കും, വീട്ടുകാർ കിടന്ന് മറുവശത്തൂടി അവർക്ക് തോന്നിയ കണക്ക് ചെയ്യും. ഇപ്പൊ ക്യാപ്റ്റന്റെ ഭാഗം ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോ വീട്ടുകാർ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് കണ്ടറിയാം. ക്യാപ്റ്റൻസി ടാസ്ക് എന്തായിരുന്നു? ഗ്രൂപ്പുകളൊക്കെ തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ കുറച്ച് ശത്രുക്കൾ വന്നിട്ടുണ്ട്. വിഷയങ്ങൾ ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം ഇരുന്നാണ് ഗ്രൂപ്പുകൾ തിരിച്ചത്. അത്രയും ടൈം എടുത്തു. അപ്പോൾ ലൈവിൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വൈകുന്നേരം 5 മണി മുതൽ 7:30 വരെയുള്ള അപ്ഡേറ്റ്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ക്യാപ്റ്റൻസി ടാസ്ക് ആണ്, വേറെ ഒന്നുമല്ല. നമ്മൾ ഫോണിലൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഒരേ കളർ വെള്ളമൊക്കെ കുപ്പിയിലാക്കത്തില്ലേ, അതുപോലെ തന്നെ ബോൾസ് അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഗെയിമാണ്. ചുവപ്പ്, പച്ച, മഞ്ഞ, നീല, അങ്ങനെ ബോൾസ് എന്ത് ചെയ്യണം? ഓർഡറായിട്ട് അറേഞ്ച് ചെയ്യണം. മുകളിൽ നിന്ന് മാത്രമേ ബോൾസ് എടുക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ കളങ്ങളിലും അവസാനം ഒരേ ബോൾ വേണം, ഒരേ കളർ ബോൾ വേണം വരാനായിട്ട്. നടുക്കത്തെ കോളം ഫ്രീ ആയിട്ട് ഇടണം എന്ന് പറയുന്നു. നല്ലൊരു ടാസ്ക്കാണ്. ഈ ടാസ്ക് തന്നെ ആദ്യമൊക്കെ ഇവര് പെട്ടെന്ന് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇടയ്ക്കുന്ന മറിക്കുന്നൊക്കെ പറക്കിയൊക്കെ വെക്കുന്നു. അപ്പം ആദ്യം അഭിലാഷ് ജയിച്ചേ ബിഗ് ബോസ് ഫൗളാണത്. ഇടയ്ക്കുന്നും പറക്കി വെച്ചു. രണ്ടാമത്തെ റൗണ്ട് ജിസേൽ പറക്കി വെക്കുന്നു. ജിസേൽ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞ് ജിസേൽ പറക്കി വെക്കുന്നു. അപ്പം രണ്ടാമത്തെ റൗണ്ടും ഫൗളാവുന്നു. വീണ്ടും ഇതിനെ ഷഫിൾ ചെയ്തിട്ട് ഒരിക്കൽ കൂടി നടത്തുമ്പോഴത്തേക്കുമാണ് ശരിക്കും അഭിലാഷ് തന്നെ വീണ്ടും കറക്റ്റായ ലെവലിൽ ക്യാപ്റ്റൻ ആവുന്നത്. ശരിക്കും പെട്ടെന്ന് പറക്കി വെക്കുമ്പോഴത്തേക്ക് ഇവർക്കൊരു നമ്മുടെ ഫോണിലാണെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. നേരിട്ടാകുമ്പോൾ ഇത് ഇങ്ങനെ പറക്കി വെക്കാനായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ അതാണ് ടാസ്ക്. അതിനകത്ത് അഭിലാഷ് ജയിക്കുകയാണ്. ദെൻ ലിവിങ് റൂമിൽ വരുന്നു. അവിടെ നിന്ന് അടിപൊട്ടാണ്. അഭിലാഷിന്റെ എല്ലാവരുടെ അഭിപ്രായം കേൾക്കുന്നുണ്ട്. പക്ഷെ തീരുമാനം അഭിലാഷിന്റെയാണ്. അതാണ് വേണ്ട സാധനം. അപ്പൊ കിച്ചൺ ടീമിലത്തേക്ക് അക്ബർ, ജിഷിൻ. അപ്പൊ ജിഷിൻ, ഞാൻ കഴിഞ്ഞ ആഴ്ച കിച്ചൺ ടീമിലായിരുന്നല്ലോ. ആദ്യത്തെ 3 ദിവസം വീണ്ടും എന്നെ പിടിച്ചിരുന്ന ജിഷിനെ, ഞാനല്ലേ ക്യാപ്റ്റൻ കിച്ചൺ ടീമില്. നൂറ, ബിന്നി, പ്രവീണാണ് ക്യാപ്റ്റൻ. കേട്ടല്ലോ, പ്രവീണിന് പുതിയ ആളാണ്. അപ്പൊ അറിഞ്ഞൂടെങ്കിൽ അക്ബറെ നീ വേണം പറഞ്ഞു കൊടുക്കാൻ. അടുത്ത് വെസലിലേക്ക് ആരൊക്കെ വരും? ലക്ഷ്മി വന്നില്ലേ, അനീഷ്, ജിസേൽ. എനിക്ക് പറ്റത്തില്ല, ഞാൻ വരത്തില്ല. വന്ന് നിൽക്ക് ജിസേലെ, ഞാനല്ലേ വിളിക്കുന്നത്, വന്ന് നിൽക്ക് ജിസേലെ. ആദില. അപ്പോഴത്തേക്കും അനീഷാണ് ക്യാപ്റ്റൻ. അപ്പൊ അനീഷാണ് ക്യാപ്റ്റൻ. അപ്പൊ ജിസേല്, എന്തിനെ എപ്പോഴും എല്ലാവരും നിങ്ങൾ കുറച്ച് പേര് മാത്രം ഇങ്ങനെ ക്യാപ്റ്റനായിട്ട് ഇരുന്നാൻ പറ്റുമോ? നമുക്ക് ആർക്കും ക്യാപ്റ്റൻ ആകണ്ടേ? ജിസേലെ, ഞാനല്ലേ പറയുന്നത്, ഞാൻ പറയുന്നു അനീഷ് ക്യാപ്റ്റൻ. വേറെ അവിടെ നിങ്ങളൊന്നും ചോദിക്കണ്ട. കാരണം അനീഷ് ക്യാപ്റ്റൻ ആയാലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. നിങ്ങളൊരു വകയും മിണ്ടണ്ട. അത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവും. എപ്പോഴും നിങ്ങൾക്ക് ടോണിയെ മാറ്റി എൻ്റെയോടോ ചെയ്യും. എപ്പോഴും അവിടെ ഇങ്ങനെ ക്യാപ്റ്റൻ, അനീഷ് ക്യാപ്റ്റൻ ആവുന്നു, ഷാനവാസ് ക്യാപ്റ്റൻ ആവുന്നു. എന്താണിത്? അപ്പോഴത്തേക്കും അഭിലാഷ്, നിങ്ങൾ പോയി അവിടെ പോയിരി. ഞാൻ പറഞ്ഞല്ല അനീഷാണ് ക്യാപ്റ്റൻ എന്ന്, വേറെ ഇവിടെ സംസാരം ഇല്ല. അങ്ങനെ പോയിരിക്കുന്നു. അടുത്ത് ഞാൻ തീരുമാനിക്കും. അപ്പൊ ഫ്ലോറ്, അടുത്ത് അനു, മസ്താനി, സാബു, ഷാനവാസ്. സാബു ആണ് ഇതിനകത്ത് ക്യാപ്റ്റൻ എന്ന് പറയുന്നു. ആദ്യമേ റെനെ എല്ലാത്തിനും വിളിക്കുന്നുണ്ട്. അപ്പൊ റെന, ഞാൻ ഇതുവരെ ടോയ്ലറ്റിൽ പോയിട്ടില്ല, എനിക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഫ്ലോറിന് അനു, മസ്താനി, സാബു, ഷാനവാസ് സെലക്ട് ചെയ്തിട്ട് സാബു ആണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നു. സാബു ഇപ്പൊ കുറെ കൂടെയൊക്കെ പഠിച്ച് കയറി വരാനാണെന്ന് പറയുമ്പോഴത്തേക്കും ഉടനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ അക്ബറും ഈ പറഞ്ഞ ജിഷിനൂടെ കയറി കിടക്കുന്നത്. ഒരാൾ പഠിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ക്യാപ്റ്റൻ ആക്കുന്നത്. നല്ലോണം നോക്കാനല്ലേ ക്യാപ്റ്റൻ ആക്കാനുള്ളത്. അപ്പം അഭിലാഷ്, എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്യത്തുള്ളൂ, എനിക്ക് കയറി വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണം? ഞാനല്ലേ ക്യാപ്റ്റൻ, നിങ്ങളാണ് ക്യാപ്റ്റൻ. നിങ്ങൾ മിണ്ടാതിരി, പറയാതിരി. അപ്പൊ അക്ബർ, പറയൂടാ ജിഷിൻ, പറയും നീ ക്യാപ്റ്റൻ ആക്കിക്കോ, കാരണം നീ പറഞ്ഞോ. പക്ഷെ ഇങ്ങനെയാണെന്ന് നീ പറയരുത്. ഇങ്ങനത്തെ കാരണം പറയാൻ നിനക്ക് ഒരു അധികാരവും ഇല്ല. ഞാനാണ് ക്യാപ്റ്റൻ, നീയാണല്ലേ ക്യാപ്റ്റൻ, ഞാൻ തീരുമാനിക്കും. നീ അവിടെ ഇരി അക്ബറെ, ജിഷിനെ ഇരിക്കേ, ഞാൻ തീരുമാനിച്ചോളാം. അപ്പോഴത്തേക്കും അടുത്ത് ഷാനവാസിനെ എന്തിന് ഫ്ലോറിലോട്ട് വിളിച്ചത്? ടോയ്ലറ്റ് വിട്ടുകൂടായിരുന്നോ? അപ്പോഴ് അഭിലാഷ്, അത് ഷാനവാസിന്റെ കൈ കണ്ടോ മുറിഞ്ഞിരിക്കുന്നത് കണ്ടോ? അപ്പൊ അതുകൊണ്ട് വെള്ളം നനയും. അപ്പോഴാണ് ജിസേൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരറ്റത്ത് ഇങ്ങനെ മാറി ഇരിക്കുന്നുണ്ട്.
അപ്പൊ ഷാനവാസിന്റെ കൈ മുറിയുന്ന കേൾക്കുമ്പോ ജിസേല് എന്റെ കയ്യിൽ സ്റ്റിച്ച് ഉണ്ട്, എനിക്ക് വെസലിൽ നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഇരിക്കാൻ പറ്റില്ല, എന്റെ കയ്യിൽ സ്റ്റിച്ച് ഉണ്ട്, എന്റെ കയ്യിൽ സ്റ്റിച്ച് ഉണ്ട്. അപ്പൊ സ്റ്റിച്ച് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ട് ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ അനുവിനെ വിളിച്ച് ഇങ്ങനെ ഫ്ലോറിന് വേണ്ടി നിർത്തിയിരിക്കണം. അപ്പൊ അനു ചിരിക്കുന്നുണ്ട്. അനു നല്ല രീതിക്ക് സ്റ്റിച്ച് ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് ചെയ്യട്ടെ എന്നുള്ള രീതിക്ക് അനു നിന്ന് ചിരിക്കുന്നുണ്ട്. അതെനിക്ക് ഒട്ടും ശരിയായ ഒരു പ്രവണതയായിട്ട് തോന്നിയില്ല. കാരണം 5 or 6 സ്റ്റിച്ച് കയ്യിൽ നീളത്തിൽ കിടക്കുന്ന ഒരാളെ വെസലിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അത് കയ്യിലെ ഈ പറഞ്ഞ പോലെ സംഭവം വെള്ളം തെറിക്കി അത് ഭയങ്കര ബുദ്ധിമുട്ടാവും, അവസാനം ഇൻഫെക്ഷൻ ആവും. അപ്പം ജിസേൽ ആ കിടന്ന് വാശി പിടിക്കുന്നുണ്ട്. അപ്പം ജിഷിൻ അക്ബർ ജിസേലിനെ അവിടെ നിർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ കേസിൽ ഇവരടുത്ത് സംസാരിക്കുന്നു. അക്ബറും ഈ പറയുന്ന അഭിലാഷും കൂടെ വഴക്കാവുന്നു. അടുത്ത് ടോയ്ലറ്റ്, ഒരു മാറ്റവും ഇല്ല. അടുത്ത് വീണ്ടും ടോയ്ലറ്റിലേക്ക് നെവിൻ, ഒനീല്, ജിസേല്, റെന എല്ലാവരും വന്ന് നിൽക്കുകയാണേ. അപ്പം ടോയ്ലറ്റിലേക്ക് 3 പേര് മതി, ജിസേലിനെ അവിടെ നിന്ന് മാറ്റാം. നെവിന്, ഒനീല്, ജിസേല് നിങ്ങൾ 3 പേര് ഇവിടെ നിൽക്കുക. അപ്പൊ റെന എന്താ അഭിലാഷ് ചേട്ടാ ഇത്, ഞാനല്ലേ ടോയ്ലറ്റിൽ പോണെന്ന് പറഞ്ഞത്, എന്താ ഈ കാണിക്കുന്നത്? അപ്പൊ അഭിലാഷ് റെന പറയുന്നത് മനസ്സിലാക്കുക, എനിക്കൊന്നും കേൾക്കണം, എനിക്ക് ഓൾറെഡി അങ്ങനെ പറഞ്ഞതല്ലേ. അപ്പൊ അഭിലാഷ് ഞാനല്ലേ ക്യാപ്റ്റൻ, നീ അല്ലേ ക്യാപ്റ്റൻ, പോ ഞാനാണ് ക്യാപ്റ്റൻ, നീ അല്ലേ ക്യാപ്റ്റൻ, പോ, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി, അവൾക്ക് അതീ കയറണം പറയണ മാത്രം കേട്ടാ മതി. അങ്ങനെ അനു നീ അവിടെ നിന്ന് മാറി കിച്ചണിലോട്ട് വാ. അപ്പം അനു എന്ത് ചെയ്യുന്നു, കിച്ചണിലോട്ട് ചേർന്നു. കിച്ചണിൽ ആരാ ഉള്ളേ? അപ്പം എടി പോയി കിച്ചണില്. അങ്ങനെ അനുവിനെ പിടിച്ച് വീണ്ടും മാറ്റുന്നു. മൊത്തം അങ്ങോട്ടും ഇതിന്റെ പേര് ചകട. അവസാനം ബിഗ് ബോസിന് തന്നെ മനസ്സിലാവുന്നില്ല. അവസാനം പറയുന്നു കിച്ചൺ ടീമിൽ അക്ബർ, ബിന്നി, ജിഷിൻ, പ്രവീണ്, ആര്യൻ. പ്രവീണാണ് ക്യാപ്റ്റൻ. വെസൽ ടീം ആദില, ലക്ഷ്മി, അനീഷ്, അനു. ഇതിനകത്ത് അനീഷാണ് ക്യാപ്റ്റൻ. ഫ്ലോർ ടീമിൽ റെന, മസ്താനി, നൂറ, സാബു, ഷാനവാസ്. സാബു ആണ് ക്യാപ്റ്റൻ. ഫ്ലോറിൽ 5 പേര്. അടുത്ത് ബാത്റൂമിൽ നെവിൻ, ജിസേല്, ഒനീല്, അഭിലാഷും കൂടി ക്യാപ്റ്റനും കൂടി ഉണ്ടെന്ന് പറയുന്നു. ജിസേലാണ് അവിടുത്തെ ക്യാപ്റ്റൻ. അടുത്ത് എന്നിട്ട് ഫ്ലോർ ടീം എഴുന്നേക്ക് അഭിലാഷ് പറയുന്നു, കപ്പ് നിങ്ങൾ വേണം കൊണ്ടുവയ്ക്കാനായിട്ട്. എവിടെയെങ്കിലും കപ്പുകളൊക്കെ ഇരിക്കുന്നുണ്ടാ നിങ്ങൾ കൊണ്ടതോടെ വെക്കണം, വേറെ ഒന്നും ചെയ്യണ്ട. അടുത്ത് വെസൽ ടീം. അപ്പം അനീഷ് പറയണം, നമ്മൾ വെസൽ ടീമാണ്, നമുക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പറയുന്നത് പോലെ നിങ്ങൾ എല്ലാവരും ഉറപ്പ് തരണം, എന്താ അവരവരുടെ കഴിച്ച പാത്രവും കുടിച്ച കപ്പും കഴുകി വെക്കണോ, നമ്മൾ അവിടെ ബാക്കി ഇരുന്നാൽ കഴുകി വെക്കും, പക്ഷേ നിങ്ങൾ എല്ലാവരും ഉറപ്പ് തരുന്നത് അവനവൻ്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ശരിയാണല്ലോ. അപ്പൊ ജോലി ചെയ്യാത്തവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്? അത് നമുക്ക് ഫുഡ് കൊടുക്കണ്ട. റെന പറയുന്നു, അക്ബർ പറയുന്നു നമുക്ക് ഫുഡ് കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, വളരെ ഇത്ര തരം താന്ന രീതിയിൽ സംസാരിക്കരുത്. ഇനി എന്ത് ജോലി ചെയ്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആഹാരം വെച്ചൊരു കളിക്ക് നിൽക്കരുത്. ഭയങ്കര ചീപ്പ് ഗെയിമാണ് അത്, ആഹാരം കൊടുക്കണ്ട എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാം, അവരെ ടോർച്ചർ ചെയ്യാം, അവരെ പേഴ്സണലി ആരും അവരുടെ അടുത്ത് മിണ്ടണ്ടെന്ന് പറയാം, അവരെ ജയിലിലാക്കാം. അപ്പൊ ജയിലിലാക്കാം കേട്ടോ. അപ്പൊ ജയിലിലാക്കി കഴിഞ്ഞപ്പോൾ അക്ബർ പറഞ്ഞു 2 പേരെ ജയിലിലാക്കാനുള്ള ഇതിനേക്കാളും വലിയ സംഭവം ചെയ്യുന്ന ആൾക്കാർ കാണും. അപ്പൊ പിന്നെ അവർ രക്ഷപ്പെട്ടു പോകത്തില്ലേ? അങ്ങനെ ആ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു തീരുമാനം ആവുന്നില്ല. അടുത്ത് കുക്കിംഗ് ടീമിന്റെ നിയമങ്ങൾ വരുന്നു. അതിനകത്ത് കയറാൻ പാടില്ല, നമ്മളടുത്ത് ചോദിക്കാത്ത സാധനങ്ങൾ എടുക്കാൻ പാടില്ല, സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, പല കാര്യങ്ങളും മാറ്റിവെക്കും എന്ന് പറയുന്നു. അടുത്ത് ഫ്ലോർ ടീമിന്റെ നിയമങ്ങൾ വരുന്നു, ബാത്റൂം ടീമിന്റെ നിയമങ്ങൾ വരുന്നു. ഇങ്ങനെ ഇത് സംസാരിച്ച് 1.5 മണിക്കൂറോളം പോവാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഒരുവിധം ഇപ്പം പിരിഞ്ഞ് പോകുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ഇത്രയാണ് 7:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അഭിലാഷ് വീട്ടുകാരെ വറക്കുവോ, വീട്ടുകാരെ അഭിലാഷിനെ എടുത്തിട്ട് പൊരിക്കുവോ? കാണാം. അടുത്ത ലൈവ് അപ്ഡേറ്റ്, പ്രൊമോ അപ്ഡേറ്റ്, റിവ്യൂ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.